എന്ത് പറ്റി എനിക്ക്? അയ്യോ സൂചിപ്പിക്കാനൊരു ചോദ്യം അറിയാത്ത പോലെ. ഇല്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. ഇരിക്ക്. കേടോ ഇരിക്കാനും നിൽക്കാനും അമ്മേ കിടക്കാനും പറ്റുന്നില്ലടോ. എങ്ങനെ വന്ന്? അവിടെ വരെ ഓട്ടോന് അവിടുന്ന് എന്താ പറ്റിയേ? ഞാൻ ഇന്നലെ ഭാര്യ പോയ വിഷമത്തിൽ കിടന്നുറങ്ങുന്നേനും അപ്പൊ ആരോ ബെല്ലടിച്ച് വാതില് തുറന്ന് പുറത്ത് കീയലും കണ്ണുമുറിയൊന്ന് കിട്ടി. പിന്നെ മൊത്തം ഇരുട്ട. ചവിടുന്ന് പൊന്നീച്ച മാറി. അതിലൊരുത്തൻ ചോദിക്ക ഇരുട്ടുമുറി കണ്ടോന്ന്. അത് മാത്രല്ല, അതിൻ്റെ ഉള്ളിൽ റൂമുണ്ട്, ഞാൻ കണ്ടതാ. പിന്നെ ഒരുത്തൻ എന്നെ മടക്കി പിടിച്ച് നടുപ്പുറത്ത് ബാൻഡ് വേണം. അതിനകത്ത് ഒരുത്തൻ ചോദിക്ക ഈ അടിക്ക് ഉറപ്പുണ്ടോ? ആ ലീല തൊഴിലുറപ്പിന് പോന്നേ ചില കാര്യങ്ങൾ ഉറപ്പിക്കാനാ. ആരാന്ന് നോക്കുമ്പോ എന്റെ നാവിക്ക് നോക്കി ഒരു ചവിട്ട്. എന്നിട്ട് അതിലൊരുത്തൻ ചോദിക്ക ഇത് കാട്ട് ചെയ്യണ്ടേ? ആ മുച്ചിക്ക് മറ്റേ വാസക്ടമി. പിന്നെ അടിയുടെ പൂരേനും തൃശ്ശൂർ പൂരൊന്നും ഒന്നുമല്ല. പിന്നെ ഒരു കറക്കം. എന്നിട്ടൊരു ചോദ്യം, ഓട്ടോയിൽ ഇങ്ങനെയാണോ കറങ്ങുക? ആ ഓട്ടോക്കാരൻ്റെ പേര് തന്നെ സ്ഥിരം പോകുന്നത്. പോക്കും വരുത്തെല്ലാം അതിനകത്താണ്. ഇപ്പോഴാണ് മായാവിയിലെ മമ്മൂട്ടിയെ പോലെ അരണ്ട ശബ്ദത്തിൽ മതി നിർത്തിക്കളാ. ആ ശബ്ദം എനിക്ക് നല്ല പരിചയമുള്ള ശബ്ദമാണ്. സൗണ്ട് മാറ്റിയിട്ട് എവിടെയോ എന്തോ. എങ്ങനെയായാലും ഞാൻ ഇന്നലെ ഇവിടെ പറഞ്ഞ വള്ളി പുള്ളി തെറ്റാണ്ട് അവന്മാരുടെ ചെവിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇതിലേതോ ഒരാള്. ഇനി പറ അതാരാന്ന്? ആ അരണ്ട ശബ്ദത്തില് നിർത്തുന്ന് പറഞ്ഞോനാരാന്ന് പറ. ഇനി പറ അരണ്ട ശബ്ദത്തില്. ഞാനെന്ത് പറയാനാ എന്നോട്? പറയടാ. ഞാനല്ല. പറ. അല്ല, ഞാനല്ല. അല്ല, വാ ഇങ്ങോട്ട് വാ. പറ. ഈ കാള് മാറിയേ. ആ ശബ്ദം ഒന്നും കൂടി പറഞ്ഞാട്ടെ. അഴിക്കടായി പോയി. ഓ മതിയപ്പാ.